ഓണം സീരീസ് 3യിൽ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് നല്ലൊരു അടിപൊളി ബീട്രൂട്ട് തോരനും കുക്കുംബർ പച്ചടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാനായിട്ട് പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടിച്ചതിന് ശേഷം ചെറിയ പീസ് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഓണം സീരീസ് ആയതുകൊണ്ട് ഒരു റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ കഷ്ണം സവാള കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കിയിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇളക്കി നേരിയൊരു ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്താണ്, അതായത് നമ്മളിങ്ങനെ ചിരണ്ടി എടുക്കില്ല, അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ടൊരു 2 മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ബീട്രൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇതിൽ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ബീട്രൂട്ടിലെ വെള്ളം തന്നെ ഇതിൽ ഇറങ്ങി വരും. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഓണത്തിൻ്റെ വിഭവത്തിൻ്റെ കൂടെ ഇതൊരു റെസിപ്പി ആയതുകൊണ്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇഷ്ടം പോലെ നാളികേരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ച് വെക്കാം. ഒരു ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തുറന്ന് നോക്കുമ്പോൾ നമ്മളെ ബീട്രൂട്ട് കൂടുതലായിട്ട് വേവിച്ചെടുക്കാനൊന്നും പാടില്ല കേട്ടോ. അതിൽ ബീട്രൂട്ടിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് അത്യാവശ്യം ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ടാവും. നമുക്കൊന്ന് തീയൊക്കെ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയ പല പല രീതിയിൽ ചിലർ തേങ്ങയൊക്കെ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുക്കുംബർ വെച്ചിട്ട് പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ചെറിയ കഷ്ണം കുക്കുംബർ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടും. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നീട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി, ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 പച്ചമുളക്, കറിവേപ്പില, ഒരു ടീസ്പൂൺ കടുക്, പിന്നെ തൈര്. ഞാനിവിടെ തൈരും കൂടെ ചേർത്തിട്ടാണ് തേങ്ങ നല്ലതായിട്ട് അരച്ചെടുക്കുന്നത്. നിങ്ങൾ അങ്ങനെയല്ല എങ്കിൽ ഇച്ചിരി വെള്ളം ചേർത്തിട്ട് അരച്ചതിന് ശേഷം പിന്നീട് തൈര് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കുക്കറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. തിളപ്പിക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. അത്രയും മാത്രം മതി, തിളപ്പിക്കാനേ പാടില്ല കേട്ടോ. എന്നിട്ടൊന്ന് തീയൊന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്ന് താളിച്ചൊഴിക്കണം. അതിന് വേണ്ടിയിട്ട് വറ്റൽമുളക്, കടുക്, കറിവേപ്പില ഇതൊക്കെ കൂടിയിട്ട് ഒന്ന് താളിച്ചൊഴിക്കുക. നമ്മുടെ ബീട്രൂട്ട് തോരനും കുക്കുംബർ പച്ചടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സദ്യയുടെ കൂടെ നിങ്ങൾ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.